അങ്ങനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു. തലസ്ഥാനത്ത് BJP ഞെട്ടുന്ന നേട്ടം, LDFന് തകർത്ത നേട്ടം സ്വന്തമാക്കി. അവർ കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനമന്ത്രി മോദി വരുമ്പോൾ സ്വീകരിക്കാൻ തലസ്ഥാനത്ത് BJP മേയർ ഉണ്ടാകും എന്ന രാജീവ് ചന്ദ്രശേഖറുടെ വാക്ക് യാഥാർത്ഥ്യമായി മാറി. CPMന്റെ കോട്ടക്കൊത്തളങ്ങൾ BJPയുടെ തേരോട്ടത്തിൽ തകർന്നു. CPMന്റെ കരുത്തുറ്റ നിയോജക മണ്ഡലമായ കഴക്കൂട്ടത്ത് BJP മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. പല CPM കോട്ടകളും, കടകംപള്ളി അടക്കമുള്ള പല CPM കോട്ടകളും തകർന്ന് തരിപ്പണമായി. UDF പരിതാപകരമായ നിലയിൽ നിന്ന് 18 സീറ്റ് നേടി നില മെച്ചപ്പെടുത്തി. LDF തകർന്ന് തരിപ്പണമായി. LDF നേതാക്കൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു തിരഞ്ഞെടുപ്പായി തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന് പിഴച്ചത് എവിടെ? ആ ചോദ്യത്തിന് ആദ്യമായി ഉത്തരം പറയേണ്ടത് മേയർ ഊട്ടിയാണ്. ആര്യ രാജേന്ദ്രൻ മേയർ എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു. ആര്യ രാജേന്ദ്രൻ ബസ് ഡ്രൈവർ യദുവുമായി ഉണ്ടായ തർക്കവും, ബസ് ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും തടഞ്ഞതും, പിന്നീട് FIR സമർപ്പിച്ചപ്പോൾ അതിൽ ആര്യ രാജേന്ദ്രൻ്റെയും ഭർത്താവിൻ്റെയും പേര്, സച്ചിൻ ദേവിൻ്റെയും പേര് ഒഴിവാക്കിയതും ഒക്കെ CPMന് വലിയ തിരിച്ചടിയായി മാറി. മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള BJPയും UDFും പ്രചരണായുധമാക്കി മാറ്റി. അതിനെ പ്രതിരോധിക്കാൻ CPMന് കഴിഞ്ഞില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BJP ശക്തമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് അയ്യപ്പൻ്റെ സ്വർണം കവർന്നവർ എന്നൊരു ചീത്തപ്പേര് LDFനുണ്ടാക്കാൻ ഇതിലൂടെ BJPക്ക് കഴിഞ്ഞു. LDFൻ്റെ PR ടീമിന് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ദയനീയമായൊരു തോൽവി നേരിടേണ്ടി വന്നത്. ആര്യ രാജേന്ദ്രനെ പ്രചരണത്തിനിറക്കാൻ പോലും അവസാന ഘട്ടത്തിൽ CPM ഭയന്നു. ആര്യ രാജേന്ദ്രനെ പ്രചരണത്തിൽ നിന്ന് മാറ്റി നിർത്തിയാണ് CPM തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മേയർ എന്ന നിലയിൽ ആര്യ കാട്ടിക്കൂട്ടിയ അഹങ്കാരവും ആര്യ കാട്ടിക്കൂട്ടിയ സ്വജനപക്ഷപാതവും ഒക്കെ CPMന് ഫലത്തിൽ വലിയ തിരിച്ചടിയായി മാറി. അതിലുപരിയായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളുടെ അവസ്ഥ. പല റോഡുകളും തകർന്ന് തരിപ്പണമായി. ആ റോഡുകൾ കൃത്യസമയത്ത് പുനഃസ്ഥാപിക്കാനോ നന്നാക്കാനോ കഴിഞ്ഞില്ല CPMന്. അതൊക്കെ CPMനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റൊന്ന്, CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും ജനഹൃദയങ്ങളിൽ നിന്ന് അകന്നു എന്നുള്ളതാണ്. 3 ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ ഇത്തവണ മത്സരിക്കാനിറങ്ങി CPMന് വേണ്ടി. അതൊക്കെ യഥാർത്ഥത്തിൽ ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കാനിറങ്ങേണ്ട കാര്യം ഇല്ലായിരുന്നു. അവർക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താമായിരുന്നു. പക്ഷേ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ മത്സരിക്കാൻ ഇറങ്ങിയത് CPMന്റെ ആ ഒരു സംഘടനാ തലത്തിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായി മാറി. ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കേണ്ടത്. പക്ഷെ അവർ തന്നെ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സ്ഥിതിവിശേഷം വന്നു. ഇങ്ങനെയുള്ള പല ഘടകങ്ങളാണ് തലസ്ഥാനത്ത് CPMനെ തകർത്തത്. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകണമെങ്കിൽ ഈ വീഴ്ചയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. തലസ്ഥാനം BJP പിടിച്ചത് CPMന് വലിയ തിരിച്ചടി തന്നെയാണ്. ആ തിരിച്ചടി അംഗീകരിക്കാൻ CPM തയ്യാറായേ പറ്റൂ. വീഴ്ചയിൽ നിന്ന് പാഠം പഠിക്കണം. അതാണ് ഇനി ചെയ്യേണ്ടത്. തലസ്ഥാനത്ത് മാത്രമല്ല, കേരളമൊട്ടാകെ വലിയ വീഴ്ചയാണ് CPMന് ഉണ്ടായത്. ആ വീഴ്ച CPMന്റെ LDFനെ തകർക്കുകയും ചെയ്തു. കേരളമൊട്ടാകെ UDF തരംഗമാണ് ആഞ്ഞടിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പൊതുവെ LDFന് ശുഭകരമാകുന്ന തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇത്തവണ ജനങ്ങൾ രാഷ്ട്രീയമായി വോട്ട് ചെയ്തിരിക്കുന്നു. രാഷ്ട്രീയമായി വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറെടുക്കുന്നതിൻ്റെ സൂചനയാണ് സെമി ഫൈനലിലെ വിജയം.